പ്രശ്നമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈശോയെ അടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും, എന്നാൽ ചെയ്യാത്ത ഒരുപാട് പേര് കാണുമായിരിക്കും. എല്ലാ മനുഷ്യരും ചെയ്യേണ്ട ഒരു കാര്യമാണ് വിമല ഹൃദയ പ്രതിഷ്ഠ. വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും പ്രതിഷ്ഠ ചെയ്യണം. ഇത് പരിശുദ്ധ അമ്മയുടെ ഒരു തിരുനാൾ ദിവസം അമ്മയ്ക്ക് നമ്മളെ തന്നെ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ഒരു തിരുനാൾ ദിവസത്തിന് 33 ദിവസം ബാക്കിലോട്ട് എടുത്തിട്ട് 33 ദിവസം ഒരുങ്ങി ആ തിരുനാൾ ദിവസം അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അമ്മയിലൂടെ ഈശോയ്ക്ക് നമ്മൾ സമർപ്പിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തെ മൊത്തം മാറ്റിയെടുക്കും. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും നമ്മൾ ചെയ്യണം. അതൊരു യഥാർത്ഥ പരിഭക്തിയൊക്കെ വായിച്ച് കുറച്ച് പ്രാർത്ഥനകളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ചില കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നു, ചില കാര്യങ്ങൾ കേൾക്കുന്നു. അങ്ങനെ ചെയ്ത് നമ്മൾ പരിശുദ്ധമ്മയ്ക്ക് നമ്മൾ തന്നെ സമർപ്പിക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ പ്രതിഷ്ഠ നമ്മൾ ചെയ്യുമ്പം നമുക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം വിശുദ്ധ ഇങ്ങനെയാ പറയുന്നത്, ശ്രദ്ധിച്ചേക്കണം. ഈ ഭക്താഭ്യാസം പിന്തുടരുന്ന വ്യക്തികൾക്ക് ലഭ്യമാകുന്ന ആത്മീയ നന്മകളെക്കുറിച്ച് വിശുദ്ധം പറയുന്നത് ഇങ്ങനെയാണ്: ഈ സമർപ്പണം നടത്തുന്ന വ്യക്തി ദൈവത്തിൽ പൂർണ്ണനായ ഒരു മനുഷ്യനായി മാറും. അധികമായ പ്രയത്നം കൂടാതെ യേശുവിന്റെ സ്വഭാവം ഒരു വ്യക്തിയിൽ രൂപപ്പെടും. മാമോദീസായിലെ വ്രതവാഗ്ദാനങ്ങൾ നവീകരിക്കാനാകും. വിശുദ്ധിയിൽ വളരുകയും വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ വർദ്ധിക്കുകയും ചെയ്യും. നമ്മുടെ ദൈവവിളി സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. സമർപ്പണത്തിന് ശേഷം ജീവിതത്തിൽ കൃപകൾ അതിയായി വർദ്ധിക്കുന്നത് കാണും. ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് ഒരിക്കലും നിരാശപ്പെടുകയില്ല. കൂടാതെ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് വരെ ചെയ്യാത്ത ശ്രേഷ്ഠമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഈശോയെ ശക്തമായി സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി വളരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉറപ്പായും നമ്മൾ വിമലഹൃദയ പ്രതിഷ്ഠ ചെയ്യണം. ചെയ്ത ആൾക്കാർ, നിങ്ങൾ യഥാർത്ഥ വ്യക്തി വായിക്കാതെയാണ് ചെയ്തെങ്കിൽ വായിച്ച് ആഴത്തിൽ ചെയ്യണം. കാരണം ജീവിതത്തിൽ മിസ് ചെയ്യാൻ പാടാത്ത ചില കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതുകൊണ്ട് ഈ പ്രതിഷ്ഠ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ എഴുതി കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പ്രതിഷ്ഠ ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആയിരിക്കും പ്രതിഷ്ഠ ചെയ്യുന്നത്. മെസ്സേജ് ചെയ്യുക. ഇത്തവണത്തെ ബാച്ചിൽ എല്ലാവരും ഉണ്ടാവണം. നമുക്ക് പ്രതിഷ്ഠ ചെയ്യണം. അത് ചെയ്ത് കഴിയുമ്പോഴേക്കും അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോഴേക്കും ഈശോയുടെ സ്വന്തമായിട്ട് മാറുവാണ്. പിന്നെ ഈശോയെ നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. ഈശോയ്ക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളെ മോൾഡ് ചെയ്യാം. ഈശോയ്ക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളെ മാറ്റാം. ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കാം. അമ്മയുടെ ആഗ്രഹം എന്നാ? നമ്മൾ ഈശോയെ പോലെ മാറണം, ഈശോയെ പോലെ ആവണം, ഈശോയെ ശരിക്കും നമ്മൾ സ്നേഹിക്കണം. അത് അമ്മയുടെ ആഗ്രഹം. അമ്മ അത് ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ അമ്മ അത് ചെയ്യും. നമുക്ക് അമ്മയിലൂടെ ഈശോയ്ക്ക് നമ്മളെ സമർപ്പിക്കാം. ആമേൻ.